കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP പറഞ്ഞതുപോലെ PMC സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കാര്യവും മനസ്സിലാക്കാതെ വെറും കള്ളത്തരം, സത്യവിരുദ്ധമായ കാര്യം ഒരു മുഖ്യമന്ത്രി വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി കേരളത്തെ പറഞ്ഞ് ധരിപ്പിച്ചെന്താ, വാങ്ങിയില്ലെങ്കിൽ കേരള ഗവൺമെൻറ് പിരിച്ചു. നമ്മൾ കഷ്ടപ്പെട്ട് 10 കോടി 12 കോടി നമ്മൾ കെട്ടിയിട്ടുള്ള സ്കൂളാണല്ലോ, ആ സ്കൂളിൻ്റെ അവിടെ എഴുതി വയ്ക്കണം PMC. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വെട്ടിക്കുറച്ച മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വിലക്കയറ്റമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഭരണക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇത് വളരെ ക്രൂരമായ നടപടിയാണ്. ലോകത്തെ ഒരു ഭരണാധികാരി ചെയ്യാത്ത നടപടിയാണ് ഈ സംസ്ഥാനത്തെ VD സതീശ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP പറഞ്ഞതുപോലെ PMC സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഒരു സംസ്ഥാന ദേശീയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് PMCയുടെ പ്രോജക്റ്റും വിഷയം. ആ വിഷയത്തിൽ ഒരു കാര്യവും മനസ്സിലാക്കാതെ വെറും കള്ളത്തരം, സത്യവിരുദ്ധമായ കാര്യം ഒരു മുഖ്യമന്ത്രി വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സബ് കമ്മിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് UDF ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് പദ്ധതി നടപ്പിലാക്കുക. LDF ഒപ്പിട്ടതുകൊണ്ട് തങ്ങൾക്ക് നടപ്പിലാക്കിയേ പറ്റൂ എന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഒരു സബ് കമ്മിറ്റി വെച്ചു. അത് 2 തവണ യോഗം ചേർന്ന് പിന്നീട് അതിന്റെ യോഗമൊന്നും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ല. അതിന് എതിർപ്പുണ്ടായെന്നാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാർഷിക പുറത്താണ് നടപ്പിലാക്കുന്നത്. ലീഗിന് വലിയ താല്പര്യമില്ല. മുഖ്യമന്ത്രി BJPയുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടുപ്പത്തിൻ്റെയും മുന്നണിയുടെയും കാര്യമാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാ കാര്യങ്ങളും സെനറ്റിൽ ആളിനെ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാലും, ഈ അടുത്ത കാലത്ത് സംസ്ഥാന ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടറുകൾ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാലും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും ഒരു BJP ടച്ചുണ്ട്. RSSനെ BJP സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ധാരാളം വായിക്കുന്ന ആളെന്നൊക്കെ തന്നെ സ്വയം പറയുന്നുണ്ടെങ്കിൽ തന്നെ PMCയുടെ മൊത്തം കാര്യങ്ങൾ അദ്ദേഹം വായിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ കള്ളമാണ് തട്ടിവിട്ടത്. കുറേ ദിവസം ഇത് വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ചില മാധ്യമങ്ങൾ കൊണ്ടല്ലോ, അതായിരുന്നു കാണാനില്ല ഇവിടെ. ആ മാധ്യമങ്ങൾക്ക് ഇപ്പം പുറത്തിറങ്ങാന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ 2ൻ്റെയും മറുപടി കിട്ടിയിട്ടുണ്ടോ? 2ൻ്റെയും കിട്ടിയിട്ടുണ്ട്. മേത്തൻ്റെയും കിട്ടിയിട്ടുണ്ട്, വഹാബിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ എൻ്റെ നോട്ടിൽ പറഞ്ഞല്ലോ, 0.00000 എന്ന് പോവുക. ഇത് മാത്രമല്ല, അതിൽ ഇനി ഒപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒപ്പിട്ടാലും കുഴപ്പമില്ല, വാങ്ങിച്ചാലും കുഴപ്പമില്ല, വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രി കേരളത്തെ പറഞ്ഞ് ധരിപ്പിച്ചെന്താ, ഇത് വാങ്ങിയില്ലെങ്കിൽ കേരള ഗവൺമെൻറ് പിരിച്ചുവിടും. ഈ ഒരു സ്വരത്തിലല്ലേ, ഈ ഒരു രീതിയിലാണല്ലോ പറഞ്ഞത്. മറ്റൊരു BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞ് എല്ലാ മുസ്ലിം ലീഗുകാരെ കൊണ്ട് ഞങ്ങൾ BJP സിന്ദാബാദ്, PMC സിന്ദാബാദ്, നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് വിളിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അതിനും അവർ പേടിച്ചു, മുസ്ലിം ലീഗുകാർ പേടിച്ചു. ഇത് അടിയന്തരമായി ക്യാപ്റ്റൻ അബൈൻസ് എന്ന് പറഞ്ഞ് പഴയ ഗവൺമെൻറ് കൊടുത്ത കത്ത്, അതും കൂടെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള ക്യാബിനറ്റിൻ്റെ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന 25% സ്കൂളുകളെ ഒരു കാരണവശാലും ഈ PMC പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. കാരണം അവർ തന്നെ എതിർക്കുന്ന പല ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 5000 കോടി രൂപ മുടക്കി നമ്മുടെ സ്കൂളുകൾ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളാക്കി പ്രവർത്തിപ്പിക്കുന്നത്. ആ സ്കൂളുകളാണ് അവർ സെലക്ട് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വെറും മോശമായി കിടക്കുന്ന സ്കൂളുകളല്ല, ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന സ്കൂളുകളെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഏറ്റവും നന്നായി ഉള്ള ലിഫ്റ്റും AC-യും മറ്റു സംവിധാനങ്ങളും ഒക്കെ തന്നെയുള്ള സ്കൂളിൻ്റെ മുന്നിൽ നമ്മൾ കഷ്ടപ്പെട്ട് 10 കോടി 15 കോടി രൂപ നമ്മൾ കെട്ടിയിട്ട സ്കൂളാണല്ലോ, ആ സ്കൂളിൻ്റെ അവിടെ എഴുതി വയ്ക്കണം PMC. ഇതാണ് അവർ കരുതുന്നത്. അതിന്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ല. എന്തെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും പാവപ്പെട്ട കുട്ടികൾക്ക് നൽകി പോന്നിരുന്ന പോഷക സമ്പന്നമായ ഉച്ചഭക്ഷണം മെനു വെട്ടിച്ചൊരുക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്ന് മാത്രമല്ല ക്രൂരവുമാണ്. വിലക്കയറ്റവും ഫണ്ടിന്റെ കുറവും ചൂണ്ടിക്കാണി കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ കൈവയ്ക്കുന്നത് ഏത് ഭരണാധികാരിയായാലും തന്നെ അത് ചേർന്നതല്ല. വേറെ മെനുവിന്റെ ഉത്തരവ് അറിയിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വെട്ടിക്കുറച്ച മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വിലക്കയറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? LDFന്റെ സർക്കാരിന്റെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരവും രുചികരമായ ഭക്ഷണം ഉറപ്പുവരുത്തുവാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. പുതിയ ഉത്തരവ് പ്രകാരം ചോറും 2 കറികളും. ഇത് വളരെ ക്രൂരമായ നടപടിയാണ്. ലോകത്തെ ഒരു ഭരണാധികാരി ചെയ്യാത്ത നടപടിയാണ് ഈ സംസ്ഥാനത്തെ VD സതീശ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ദേശീയാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദ്യാഭ്യാസത്തിന്റെ മാറ്റത്തിലൂടെയാണ്. അതിന് 55,000-ലധികം വരുന്ന ക്ലാസ് മുറികൾ പൂർണ്ണമായും ഹൈടെക് ആക്കി മാറ്റി. കെ-ഫോൺ പദ്ധതി നടപ്പിലാക്കി. കെ-ഫോൺ പദ്ധതി പ്രകാരം അതിവേഗ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ സ്കൂളുകളിലുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ കുട്ടികൾക്ക് അനായാസം അഭ്യസിക്കാൻ തക്കവണ്ണം വിപുലമായ സൗകര്യങ്ങൾ സ്കൂളുകൾ ഒരുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് LDF സർക്കാർ സൗജന്യമായി നൽകിയ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇപ്പോൾ സ്കൂളുകളിൽ സ്വന്തം ചെലവിൽ നടത്തണമെന്നാണ് പറയുന്നത്. മെയിൻ്റനൻസ് ഗ്രാന്റ് കൊടുക്കുന്നില്ല. ആയിരക്കണക്കിന് വരുന്ന കമ്പ്യൂട്ടറുകളും പ്രോജക്റ്റുകളും കേടായി കിടക്കുകയാണ്. അത് അധ്യാപകരും വിദ്യാർത്ഥികളും നന്നാക്കണമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ ഈ കാര്യം പോലും ചെയ്യാൻ വയ്യാത്ത ഗവൺമെന്റ് എന്ത് ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതായാലും വളരെ നമ്മുടെ ഹോം മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണല്ലോ പുനർജനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്. പുനർജനി പദ്ധതിക്ക് FC6 നിയമം ലംഘിച്ച് വിദേശ ഫണ്ട് പിരിച്ച കേസിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നടപടി ആ കേസ് തേച്ച് മാച്ച് കളയുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളുമാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ട കേസ് മുഖ്യമന്ത്രി തന്നെ പറയണം, അത് അന്വേഷിക്കട്ടെ എന്ന് ധൈര്യമായി തന്നെ പറയണം. അതാണ് അന്തസ് എന്ന് പറയുന്നത്. അഴിമതിക്കെതിരെ വിജിലൻസ് വിസിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ തന്നെ ഈ കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ക്ലീൻ ചിറ്റ് കൊടുത്തത് തെറ്റായിപ്പോയി. ഞാൻ ചോദിച്ചിട്ട് മിനിമം ഒരു പ്രോഗ്രാം നടത്തി ആരിൽ നിന്ന് എത്രയൊക്കെ സംഭാവന ലഭിച്ചു എന്നുള്ളത് അത് കണക്ക് വയ്ക്കണ്ടേ? വിദേശയാത്രയ്ക്ക് പോയ അവസരത്തിൽ ഒരു വിദേശയാത്രയ്ക്ക് ഒരു MLA MP മന്ത്രിയെ പോകുമ്പോൾ പാലിച്ചിരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കണ്ടേ? വിദേശ ഫണ്ട് പിരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക അനുമതി വാങ്ങണ്ടേ? 2018 വിദേശത്ത് പോകുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അനുമതി തേടിച്ചു പോലും കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏത് ചടങ്ങ് നടത്തിയാലും ഏത് പരിപാടി നടത്തിയാലും അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. അതിൻ്റെ കണക്കവതരിപ്പിക്കണം, വരവ് ചിലവ് കണക്കവതരിപ്പിക്കണം, എവിടെ നിന്ന് കാശ് കിട്ടി, എത്ര രൂപ ചിലവഴിച്ചു, ഇനി എത്ര രൂപ മിച്ചമുണ്ട്, ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയി എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിൽ ഇടപെട്ട് ക്ലീൻ ചിറ്റ് നൽകിയതും ഒട്ടും ശരിയായിട്ടില്ല. വളരെ നിസ്സാരമായിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ BJPയുടെ ഫണ്ട് തട്ടിപ്പിനെ മാധ്യമങ്ങൾ കാണുന്നത്. അത് വളരെ ലളിതമായിട്ട് തന്നെ മാച്ച് കളയുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോട്ട് കെട്ടുകളുടെ മുന്നിൽ നിന്നാണ് ആഫീസ് സെക്രട്ടറി സെൽഫി ഫോട്ടോ എടുത്തിട്ട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്.
എത്ര കോടി രൂപ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് ബി ജെ പിയുടെ നടപടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമില്ല. ബി ജെ പിയും കോൺഗ്രസ് തമ്മിലുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ കേസെടുക്കാത്തത്. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയില്ല? എത്ര ദിവസമായി ഈ കാര്യം നടന്നിട്ട്? തന്നെ ഏൽപ്പിച്ചാൽ ഈ സമരം ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ വെടിവെച്ചിടുകയും വെടിയേറ്റ് മരിച്ചു കിടക്കുന്നവരെ കൊണ്ടൊരു വലിയൊരു പിന്നെ മരിച്ചു കിടക്കുന്നവരെ കൊണ്ടൊരു കൂമ്പാരം ഉണ്ടാക്കുകയും സ്ത്രീകളെ ഞാൻ കൈകാര്യം ചെയ്യുമെന്നൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞ RSSന്റെ സഹയാത്രികൻ, പ്രധാനപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്തിട്ട് പോലും കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു നല്ല സമനില തെറ്റിയവന് മാത്രമേ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഒന്നുകിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളവരെ പരിശോധിച്ചു പോകും. അതല്ലെങ്കിൽ അത് ബോധപൂർവമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ വലിയ നിലയിൽ കേസ് വകുപ്പിലിട്ട് കേസ് ചാർജ് ചെയ്ത് മേലിൽ ആരും ഇത് ആവർത്തിക്കാതിരിക്കണം നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്നിപ്പോൾ കൗൺസിൽ യോഗം കൂടെയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും സുഖത്തിന് പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. അതോടുകൂടി മുനിസിപ്പൽ ആക്ട് 1994 പ്രകാരം ഇയാളുടെ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. അക്കാര്യത്തിൽ പിന്നെ RSSന്റെ നേതാവാണല്ലോ സൂദർ എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗാണ്. ഈ PMCയുടെയൊക്കെ ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സൗകര്യങ്ങളും ഈ RSSന്റെ കൗൺസിലർക്ക് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമുണ്ട്. പക്ഷേ കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 1994 സെക്ഷൻ 91 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി 3 മാസ കാലയളവിൽ നടന്ന എല്ലാ കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് കൗൺസിൽ സ്ഥാനം ഒഴിവായതായി പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. അത് ചെയ്യാൻ ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടത്. കൗൺസിലിൻ്റെ യോഗം കഴിഞ്ഞാൽ ഗവൺമെൻറ് നടപടി സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി 95-2000 വർഷത്തിൽ 2 പേരെ പുറത്താക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് 3 കൗൺസിൽ പങ്കെടുക്കാത്തതിനില്ല 2 പേരെ അന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കം തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. ഒരു സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഒരു കാരണവശാലും കേരളത്തിൽ ലേബർ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. 29ഓളം വരുന്ന തൊഴിൽ നിയമങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇപ്പം ലേബർ കോഡ് നിലവിൽ വന്നു എന്ന് പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷേ ആ ലേബർ കോഡ് നിലവിൽ വരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സംവിധാനങ്ങളും ഒരു സജ്ജീകരണങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നവരെ നിലവിലുള്ള നിയമത്തിൽ മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഗോപാൽ ഗൗഡ റിട്ടയർഡ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബദൽ റിപ്പോർട്ടുണ്ട്. അത് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഫയലിലുണ്ട്. അത് നോക്കിയ ശേഷം നമ്മൾക്ക് കേരളം എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് പുരോഗമനപരമായി. അപ്പം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം. തൊഴിലാളി വിരുദ്ധ നിലപാട് ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും തൊഴിൽ മന്ത്രിയും സ്വീകരിക്കരുത് എന്നുള്ള അഭ്യർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്.